ആവശ്യങ്ങൾക്ക് ന്യായമുള്ളതാണ്. കേരളത്തിലെ ജനങ്ങൾ അത് മനസ്സിലാക്കി രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അതിന് പിന്തുണ നൽകി. പക്ഷേ അവരുടെ കണ്ണീര് കാണാൻ സർക്കാരിന് കഴിയുന്നില്ല. എന്നാൽ ദൂരത്തിന്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇവിടെ നാടകത്തിലൂടെ നമ്മൾ മനസ്സിലാക്കി ആ കാര്യത്തിൽ എന്തായിരുന്നു 2500 ആക്കും എന്ന് പറഞ്ഞ് വോട്ട് ചോദിച്ച് ജയിച്ചു വന്ന ആളുകൾ നാലാകട്ടെ അവരുടെ മുൻപിൽ നൽകാൻ കേരള സർക്കാർ തയ്യാറാകുന്നു. കുടിശ്ശിക മാത്രമല്ല, ശമ്പള പരിഷ്കരണത്തിന്റെ കമ്മീഷനില്ല എന്നത് മാത്രമല്ല, ലീവ് സറണ്ടർ അങ്ങനെയുള്ള ആനുകൂല്യങ്ങൾ പൂർണ്ണമായിട്ടും നിഷേധിക്കപ്പെടുന്ന സാഹചര്യമാണ്. സർക്കാർ ജീവനക്കാരോട് മാത്രമല്ല, അധ്യാപകരുടെ അവകാശങ്ങൾ എത്രയോ വർഷമായിട്ട് സ്കൂളുകളിൽ ജോലി ചെയ്യുന്ന അധ്യാപകർ ശമ്പളം കിട്ടാതെ അവര് പ്രയാസപ്പെടുകയാണ്. ചിലരൊക്കെ ആത്മഹത്യ ചെയ്തു കഴിഞ്ഞു, പലരും ആത്മഹത്യയുടെ വക്കീലാണ്. അവരുടെ പ്രശ്നങ്ങൾക്കും പരിഹാരമുണ്ടാക്കാൻ കഴിയുന്നില്ല. തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കർഷകർക്ക് വലിയ വാഗ്ദാനമുണ്ടായിരുന്നു. കർഷകർക്ക് 250 രൂപയുടെ എത്ര ഇരട്ടി കണ്ടാണ് വർദ്ധിപ്പിച്ചത്. അവർക്ക് മാത്രം ആശ്വാസം, അവർക്ക് മാത്രം ആനുകൂല്യം, അവർക്ക് മാത്രം പ്രോത്സാഹനം. കാരണം എന്താണ്? ഇവിടെ പറഞ്ഞതുപോലെ പെരിയ കേസിൽ രമേഷിനെയും ശരത്ലാലിനെയും കൊലപ്പെടുത്തിയ കേസിലെ പ്രതികൾ CPM-ന്റെ ഗുണ്ടകളാണ് കേരളത്തിലെ ജയിലിൽ കഴിയുന്നത്. ഷുഹൈബിന്റെ പേരുടെ പരാമർശിച്ചു. കണ്ണൂരിൽ ഷുഹൈബിനെ കൊലപ്പെടുത്തിയ കേസിലെ പ്രതികളാണ് റിമാൻഡ് പ്രതികളായിട്ട് ജയിലിൽ കഴിയുന്നത്. TP ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികളാണ്. അന്യായമായ പരോൾ സ്വീകരിച്ചുകൊണ്ട് ക്രിസ്തുവിന് മുൻപ് സ്നാപക യോഗനാൻ, ക്രിസ്തുവിന്റെ വരവറിയിച്ച് സ്നാപക യോഗനാൻ വന്നതുപോലെയാണ് യൂത്ത് കോൺഗ്രസിന്റെ വരവറിയിച്ച് DYFI ജാഥ നടത്തിയത് എന്ന് രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ വാക്ക് ഞാൻ കടമെടുക്കുന്നു. LDF-ന്റെ ജാഥ UDF ജാഥ വരവറിയിച്ചുകൊണ്ടുള്ള ജാഥ മാത്രമാണ്. LD അസോസിയേഷന്റെ ജാഥ UDF ജാഥയ്ക്ക് കരുത്ത് പകരുന്ന, ആശംസ അറിയിക്കുന്ന ജാഥയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. സർക്കാർ ജീവനക്കാരുടെ മനസ്സിന്റെ കൂടെയാണ്. മാത്രം അവകാശപ്പെടുന്ന ഒരുപാട് പ്രത്യേകതകൾ, അമ്പലങ്ങളുടെയും വ്യക്തികളുടെയും പള്ളികളുടെയും നാടാണ് ശ്രീനാരായണ ഗുരുവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന ഒരു മാതൃകാസ്ഥാനമാണ് ഈ നാട്. ഈ നാട്ടിൽ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങൾ ജന്മം കൊടുത്ത നാടാണ്. രാഷ്ട്രകവി ഗോവിന്ദപ്പയുടെ നാട്, കിഞ്ഞണറയുടെ നാട്, വിദ്വാൻ കേളുനായുടെ നാട്, അതുപോലെ തന്നെ ശ്രീ തിരുമുമ്പിൻ്റെ നാട്, മഹാകവി കുഞ്ഞിരാമൻ നായരുടെ നാട്, മഹാകവി കുട്ടമത്തിൻ്റെ നാട്. അങ്ങനെ ഒരുപാട് വിശിഷ്ട വ്യക്തികൾക്ക് ജന്മം കൊടുത്ത ഈ നാട്. ആ നാട്ടിലാണ് മിക്കവാറും എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും എല്ലാ യാത്രകളും ആരംഭിക്കുന്നത്. സമാപിക്കുന്നത് നമ്മുടെ ഭരണകലാശാല കേന്ദ്രമായ തിരുവനന്തപുരം. KPCC പ്രസിഡന്റ് സൂചിപ്പിച്ചു, തൊട്ടു മുമ്പ് ശ്രീ MV ഗോവിന്ദൻ്റെ ഒരു ജാഥ കാസർഗോഡ് നിന്ന് കുമ്പളയിൽ നിന്ന് ആരംഭിച്ചു. ഇന്ന് NGO അസോസിയേഷൻ്റെ യാത്ര ഇവിടുന്ന് ആരംഭിക്കുന്നു. നാളെ വൈകുന്നേരം ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ ഉദ്ഘാടനം ചെയ്യുന്ന കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവ് ശ്രീ VD സതീശൻ നേതൃത്വം കൊടുക്കുന്ന UDF-ന്റെ ജാഥ 4 മണിക്ക് കുമ്പളയിൽ നിന്നാണ്. 6 അടിക്കാൻ ഒരു യോഗ്യതയില്ലാത്ത ആളാണ് ഞാൻ എന്നാണ് മുമ്പ് ഒരാൾ പറഞ്ഞത്. ഇപ്പോൾ കേരളത്തിൻ്റെ പ്രതിപക്ഷ നേതാവാണ് പിന്നാലെ വരുന്നത്. മുമ്പിൽ പോയത് ഗോവിന്ദൻ മാസ്റ്ററാണ്. പിന്നിൽ വരുന്ന സതീശൻ്റെ ചെറുത്തിൻ്റെ 6 അടിക്കാൻ പോലും ഇപ്പോൾ യോഗ്യതയില്ലാത്ത രീതിയിൽ ഒരു വിപ്ലവ രാഷ്ട്രീയ പ്രസ്ഥാനത്തിൻ്റെ സംസ്ഥാന സെക്രട്ടറി അകപ്പെടുത്തി. നിങ്ങൾ ആലോചിക്കണം, എന്തിനു വേണ്ടിയിട്ടാണ് ഈ ജാഥ NGO അസോസിയേഷൻ നയിക്കുന്നത്? കേരളത്തിൽ 5,45,000 ജീവനക്കാരുണ്ട്. ഒരു സംസ്ഥാന ഗവൺമെൻറ് ജീവാത്മാവും പരമാത്മാവും അല്ലെങ്കിൽ ജീവനാഠി എന്ന് പറയുന്നത്
സംസ്ഥാന സർക്കാർ ജീവനക്കാർ ഒരു ഗവൺമെന്റിനെ നന്നാക്കണമെങ്കിൽ അവർ വിചാരിച്ചാൽ നന്നാക്കാം. ഒരു ഗവൺമെന്റ് മുഖം വികൃതമാക്കണമെങ്കിൽ സർക്കാർ ജീവനക്കാർ മാത്രം വിചാരിച്ചാൽ മതി വികൃതമാകാം. ഞാൻ ചോദിക്കട്ടെ, കേരളത്തിൽ ഇന്ന് വരെ ഭരിച്ചിട്ടുള്ള സകല ഗവൺമെന്റുകളും സർക്കാർ ജീവനക്കാരെ ശത്രുക്കളായി പ്രഖ്യാപിച്ചിട്ടില്ല. സർക്കാർ ജീവനക്കാരെ വൈദികളായി പ്രഖ്യാപിച്ചിട്ടില്ല. ഒരു സർക്കാർ ജീവനക്കാരുടെ സംഘടനകളുമായി കൂടിയാലോചിച്ച് അവർക്ക് ആവശ്യമായ കാര്യങ്ങൾ കാലാകാലങ്ങളിൽ വന്നിട്ടുള്ള ഗവൺമെന്റുകൾ ചെയ്തു കൊടുത്തിട്ടുണ്ട്. പക്ഷെ ദൗർഭാഗ്യമെന്ന് പറയട്ടെ, കഴിഞ്ഞ 10 വർഷക്കാലമായി കേരളം ഭരിക്കുന്ന പിണറായി വിജയന്റെ സർക്കാർ രാഷ്ട്രീയ വൈരനിര്യാതന ബുദ്ധിയോടുകൂടിയാണ് സർക്കാർ ജീവനക്കാരോട് അന്നൊക്കെ സാലറി ചലഞ്ചിന്റെ പേരിൽ സർക്കാർ ജീവനക്കാരുടെ അനുവാദമില്ലാതെ അവരുടെ ശമ്പളം പിടിച്ചെടുത്തു. നമുക്കറിയാമെന്ന് ജീവിതഭാരം ഏറെ ബുദ്ധിമുട്ടുകയാണ്. കിട്ടാത്ത ശമ്പളത്തിന് ഇൻകം ടാക്സ് കൊടുക്കുന്നു ജീവനക്കാർ. അപ്പോ രണ്ടാമത് സാലറി ചലഞ്ച് കഴിഞ്ഞ ജീവാനന്ദം എന്ന പേരിൽ സർക്കാർ ജീവനക്കാരെ വീണ്ടും വീണ്ടും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്നു. ശമ്പള പരിഷ്കരണമില്ല, മെഡീഷപ്പില്ല, അതുപോലെ തന്നെ പെൻഷൻ, പങ്കാളിത്ത പെൻഷനെ കുറിച്ച് യാതൊരു ധാരണയുമില്ല. ചുരുക്കി പറഞ്ഞാൽ കേരളത്തിലെ പിണറായി സർക്കാർ ജീവനക്കാരെ ഉന്മൂലനം ചെയ്യാൻ 100 ദിവസം മാത്രം അധികാരം ബാക്കി നിൽക്കുന്ന ഒരു ഗവൺമെന്റ് നിയമസഭയിൽ ഒരു ബഡ്ജറ്റ് അവതരിപ്പിച്ചു. ആ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ അവർക്ക് എന്ത് അവകാശം? തെരഞ്ഞെടുപ്പ് നടക്കണം. ഇപ്പോ ബഡ്ജറ്റ് അവതരിപ്പിച്ച ഫെബ്രുവരി അല്ലെങ്കിൽ ജാനുവരി അവസാനമല്ലേ? ഫെബ്രുവരി മാർച്ചിൽ തെരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. ഏപ്രിൽ 6 ഇലക്ഷൻ. കഴിഞ്ഞ ഗവൺമെന്റ് അധികാരത്തിൽ മാർച്ച് 6. അപ്പൊ നമ്മൾ ആലോചിക്കണം, ഒരു സമ്പൂർണ്ണ ബഡ്ജറ്റ് അവതരിപ്പിക്കാൻ ഈ ഗവൺമെന്റ് അവകാശമുണ്ടോ? ഒരിക്കലുമില്ല. ഒരു ഓട്ടോൺ അക്കൗണ്ട് മാത്രം പാസ്സാക്കേണ്ട ഒരു ഗവൺമെന്റ്. ആ ഗവൺമെന്റ് വാരിക്കോരിയാണ് സമ്പൂർണ്ണ ബഡ്ജറ്റിലൂടെ വാഗ്ദാനങ്ങൾ ചൊരിഞ്ഞത്. കാരണം അവർ ഈ വാഗ്ദാനങ്ങളൊന്നും അവർക്ക് നടപ്പിലാക്കേണ്ട കാര്യമില്ല. പക്ഷേ വാഗ്ദാനങ്ങളുടെ പെരുമഴക്കാലം സൃഷ്ടിച്ചപ്പോൾ പോലും സർക്കാർ ജീവനക്കാരുടെ കൂടെ സെക്ടോയുടെ സംസ്ഥാന ജാഥയിൽ മുൻകൈളം മുമ്പ് പങ്കെടുക്കുവാനും ആ ജാഥ വയലാറിൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ അതടിച്ചുവിട്ട ഒരു അശ്വമേധമായിരുന്നു, ചെമ്പൻ കുതിരയായിരുന്നു. ആ കുതിരയെ പിടിച്ചു വെക്കാൻ വീണ്ടെടുക്കാൻ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് സാധിക്കില്ല. അതുകൊണ്ട് ഈ ജാഥ ഉന്നയിക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ സമരപരിപാടികളും വർത്തമാനകാലത്തിൻ്റെ അടയാളപ്പെടുത്തലുകളാണ് എന്ന് പറഞ്ഞുകൊണ്ട് KPSCയുടെ സംസ്ഥാന കമ്മിറ്റിയുടെ എല്ലാവിധ ഭാവുകങ്ങളും ആശംസകളും ഈ ജാഥയ്ക്ക് നിർത്തുന്നു. ജയ്. പരിപാടി ഉദ്ഘാടനം ചെയ്ത ആരാധനായ KPSC പ്രസിഡന്റ്, കാസർഗോഡിന്റെ സ്വന്തം MP ഉണ്ണിത്താൻ സാർ, കാസർഗോഡ് MLA, ACC പ്രസിഡന്റ്, ACC ഭാരവാഹികൾ, വിവിധ ജില്ലകളിൽ എത്തിച്ചേർന്ന NGO അസോസിയേഷനിലെ നേതാക്കൾ, സംസ്ഥാന ഭാരവാഹികൾ, സംസ്ഥാന പ്രസിഡന്റ്, ജനറൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ള എല്ലാ ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ഹിന്ദു മുസൽമാനും ക്രിസ്ത്യാനിയും എന്റെ തന്നുടെ മക്കളെ നോക്കിയിടണം. എന്തിനാണ് യുദ്ധ കോലാഹലം? നമ്മൾ ഒന്നിച്ചു കൈകളെ കോർത്തിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. ക്രിസ്തുവും കൃഷ്ണനും നബിയും പറഞ്ഞുള്ള സൗഹാർദ്ദപാതയിൽ നീങ്ങിടണം. അകതിരിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ ഭാരതത്തിൽ സംസ്കാരം കാക്കണം. അകതിരിയണം, കനലൊതുങ്ങണം, ഇനി സ്നേഹം നിറയണം. ഇതിഹാസ City Gold, Gold and Diamonds, Kerala and Karnataka.